ബോളിവുഡ് നടി ദിശ പഠാണിയുടെ വസതിക്ക് നേരെ നടന്ന വെടിവെപ്പുമായി ബന്ധപ്പെട്ട് പുതിയ വിവരങ്ങൾ പുറത്ത്. ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച പ്രതികൾ ഉപയോഗിച്ചത് പാകിസ്ഥാനിൽ നിന്ന് ഡ്രോണുകൾ വഴി ഇന്ത്യയിലെത്തിച്ച അത്യാധുനിക തോക്കുകളാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ഗാസിയാബാദിൽ പോലീസ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട അരുൺ, രവീന്ദ്ര എന്നീ ഷൂട്ടർമാരുടെ കയ്യിൽ നിന്ന് സിഗാന ഗ്ലോക്ക് പിസ്റ്റലുകളാണ് കണ്ടെത്തിയത്. ഈ സംഭവത്തിന് പിന്നിൽ ഗോൾഡി ബ്രാറും ലോറൻസ് ബിഷ്ണോയും ഉൾപ്പെട്ട സംഘങ്ങളാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ആക്രമണത്തിൽ 5 ഷൂട്ടർമാർക്ക് പങ്കുണ്ടായിരുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഇതിൽ 2 പേർ കൊല്ലപ്പെട്ടതോടെ ശേഷിക്കുന്ന പ്രതികൾക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഗോൾഡി ബ്രാറും ലോറൻസ് ബിഷ്ണോയും നേതൃത്വം നൽകുന്ന സംഘത്തിലെ അംഗങ്ങൾ ഈ മോഡൽ പിസ്റ്റലുകളാണ് കൂടുതലായി ഉപയോഗിക്കാറുള്ളത്. പ്രതികൾ ഉപയോഗിച്ച സിഗാന മോഡൽ പിസ്റ്റലുകൾക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇവ വളരെ ഭാരം കുറഞ്ഞതും ഒരേ സമയം 15 ബുള്ളറ്റുകൾ വരെ വെടിയുതിർക്കാൻ കഴിയുന്നതുമാണ്. കൂടാതെ തുടർച്ചയായി വെടിയുതിർത്താലും ഇവ എളുപ്പത്തിൽ ചൂടാകുകയില്ല. ഇങ്ങനെയുള്ള പ്രത്യേകതകൾ കാരണമാണ് ക്രിമിനൽ സംഘങ്ങൾ ഈ തോക്കുകൾ കൂടുതലായി ഉപയോഗിക്കുന്നത്. ഇന്ത്യയിൽ ഇവ പ്രധാനമായും പാകിസ്ഥാനിൽ നിന്ന് ഡ്രോണുകൾ വഴിയോ നേപ്പാളിൽ നിന്ന് എയർ കാർഗോ വഴിയോ ആണ് കടത്തുന്നതെന്ന് അധികൃതർ പറയുന്നു. നേപ്പാളിൽ നിന്ന് വരുന്ന സിഗാന പിസ്റ്റലുകൾക്ക് ഏകദേശം 6 ലക്ഷം രൂപ വരെ വിലയുണ്ട്. എന്നാൽ പാകിസ്ഥാനിൽ നിന്ന് ഡ്രോണുകൾ വഴി കടത്തുന്ന പിസ്റ്റലുകൾക്ക് 4 ലക്ഷം രൂപയാണ് വില കുറവായതുകൊണ്ട് തന്നെ ഡ്രോൺ വഴിയുള്ള തോക്കുകൾക്കാണ് ഇന്ത്യയിൽ ആവശ്യക്കാർ കൂടുതൽ. ഈ തോക്കുകൾ ഉപയോഗിച്ച് മുൻപും ചില കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. ഗുണ്ടാ തലവൻ അത്തീഫ് അഹമ്മദ്, ഗായകൻ സിദ്ദു മുസേവാല എന്നിവരുടെ കൊലപാതകങ്ങളിലും സിഗാന മോഡൽ പിസ്റ്റലുകൾ ഉപയോഗിച്ചു വരുന്നുവെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്.